ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ട് അടുത്ത വലിയൊരുനാളിൻ്റെ വരെ എത്താനായി തുടങ്ങി. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്സല്ലേ, കാണും സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ നമുക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പം ബീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മുറിക്കാനൊക്കെ റെഡി ആവുകയാണ്. അതുപോലെ എന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന വീഡിയോ ഒക്കെ കേട്ടോ ആദ്യം കണ്ടത്. പിന്നെ ഇതാ നമുക്ക് പെരുന്നാളായാലും നോമ്പായാലൊക്കെ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും കേട്ടോ കിച്ചണിൽ. അപ്പം പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പം പുറത്ത് പോയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടിപ്പത്തിരി ഉണ്ടാക്കി വെക്കണമെന്ന്. അങ്ങനെ അത് ഉണ്ടാക്കി, ഒരാൾക്ക് നൈസ് പത്തിരിയേ പറ്റുള്ളൂ, അങ്ങനെ അത് ഉണ്ടാക്കി. അങ്ങനെ കേട്ടോ. പിന്നെ എന്താ, ഉമ്മയും ഇക്കയും കൂട്ടിയിട്ടാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ദമ്മിടണമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പിന്നെ ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. ഒക്കെ ഇക്കയാണ് കേട്ടോ ഒക്കെ റെഡിയാക്കിയത്. പിന്നെന്താ, പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഉമ്മയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ചിക്കൻ പൊരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, വേറെ പണി. പിന്നെ രാവിലെ പുട്ടും പിന്നെ എന്താ ലിക്വിഡാൻ പറഞ്ഞ പോലെ ഡെയിലി പുട്ടും ലിവറും ആണ് കേട്ടോ ഇവിടെ. അത് നിർബന്ധമാണ്. അത് എന്നും എല്ലാ സമയത്തും ഏത് പെരുന്നാൾ വന്നാലും വലിയ പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും ഒക്കെ. അപ്പോൾ പിന്നെ ഇതാണ് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടോ. പെരുന്നാളിൻ്റെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ കാണിക്കണേ. പിന്നെ എല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കിയൊക്കെ ഇട്ടിട്ടോ. വെള്ളമില്ലായിരുന്നു കേട്ടോ നമുക്ക്. വെള്ളം പിന്നെ നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ പുറത്തുനിന്ന്. ടാങ്കിൽ കിണറിലൊക്കെ വെള്ളം അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൈലാഞ്ചി ഇട്ടത് കേട്ടോ. മൈലാഞ്ചി അത്ര വലിയ ഇതായില്ല കേട്ടോ. മോൾക്ക് പനി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്നും ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചുരിദാർ കേട്ടോ പെരുന്നാളിൻ്റെ. ആ കറുപ്പ് കണ്ടില്ലേ, അതെനിക്ക് ഒരു ചേച്ചി വാങ്ങി തന്നാണ് കേട്ടോ. ഇതാണ് മക്കളുടെ ഡ്രസ്സ്, പെൺകുട്ടികളുടെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ആ കറുപ്പ് ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ഈ അൾമാറിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു ഇതാണ് കേട്ടോ കാണുന്നത്. കുറേ നേരം അൾമാറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലാക്ക്. പക്ഷേ ഇക്ക വാങ്ങി തന്നാൽ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇത് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് മൈലാഞ്ചി പറഞ്ഞാൽ, മൈലാഞ്ചി മോൾക്ക് പനി ആയതുകൊണ്ട് തന്നെ എന്തോ രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ കുറേ നേരം അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പനി ആയതുകൊണ്ട് സാരമില്ല, ക്ഷമിച്ചു കേട്ടോ. പിന്നെ ഇതാ വെള്ളം കൊണ്ടുവന്നതാണ് കേട്ടോ കാണുന്നത്. വെള്ളം ടാങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അടിച്ച് ടാങ്കിലേക്കും അടിച്ച് ബാക്കിയുള്ളത് കിണറിലേക്കും അടിച്ച്. അങ്ങനെ ഇതാ മക്കൾ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ മോളൊക്കെ തിരിച്ച് വന്നപ്പോഴാണ് ഞാനും മോളും മോനും കൂടിയിട്ട് എൻ്റെ ഉമ്മൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മൻ്റെ അടുത്തേക്ക് പോകുകയാണ്. നമ്മളെ വീഡിയോ ഒക്കെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് വിചാരിക്കുന്നത്, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പെരുന്നാളിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇടണ്ടെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ വിചാരിച്ച് ഇത് ഇട്ടിട്ട് പിന്നെ ഞാൻ ഗാലറിയിൽ നിന്ന് ഒഴിവാക്കാമല്ലോ വീഡിയോസൊക്കെ, എന്നിട്ട് പിന്നെ വേറെ വീഡിയോ എടുക്കുക. അപ്പോൾ അതാ ഞാൻ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലിതാ ബോഗൺവില്ല നല്ലതായിട്ട് പൂത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞു സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പെരുന്നാളല്ല, അതിൻ്റെ മുന്നേ ഉള്ള പെരുന്നാളിന് വരെ ഈ സ്വർഗത്തിലെ രാജകുമാരൻ ഇവിടെ ഉണ്ടായിരുന്നു. പഠിച്ചവൻ്റെ വിളിക്കുത്തരം നൽകിയിട്ടിപ്പോൾ 1.5 വർഷമായിട്ടോ. ഇപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം, ഇപ്പോൾ ഖബർ വിശാലമാക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. അപ്പോൾ അത് അനിയത്തി മക്കളൊക്കെ വന്ന് അതാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാം.